ഇപ്പോൾ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ഭാര്യക്കവീതം ഭർത്താവിനവീതം, ഭാര്യക്കവീതം ഭർത്താവിനവീതം ഇതന്നെ കേട്ടോണ്ടിരിക്കണേ. നമ്മുടെ താത്താന്റെ ഒരു വീഡിയോ കണ്ട് നമുക്ക് അതിനെ കുറിച്ച് എനിക്ക് എന്റെ ഭാര്യ ഉള്ളപ്പോ തന്നെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ഞാൻ അവളെ കെട്ടാൻ വേണ്ടിയിട്ടായിരുന്നുവെങ്കിൽ നീ 5 വർഷം അവളെ കൂടെ ലിവിങ് ടുഗദർ ആയിട്ട് ജീവിക്കോ. കെട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ മനുഷ്യന്മാര് ചെയ്യാൻ നേരെ അവളെ വീട്ടിൽ പോയിട്ട് പ്രപ്പോസൽ ചെയ്തിട്ട് അവളെ കെട്ടുക എന്നുള്ളതാണ്. ഞാൻ അത്ര വലിയ മോശക്കാരി ആയതുകൊണ്ടാണ് നീ അവളെ കെട്ടാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. ഓക്കെ, ഞാൻ മോശക്കാരി ആയതുകൊണ്ട്. പക്ഷെ നീ അവളെ കൂടെ 5 കൊല്ലം ലിവിങ് ടുഗദർ ആയിട്ട്. അപ്പൊ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ ടോപ്പിക് എന്ന് വെച്ചാൽ ഇപ്പൊ 2 ദിവസമായിട്ട് വെറും അവീതങ്ങളാണ്. അപ്പോൾ ഏതൊരു ഫാത്തിയാനൊരു അക്കൗണ്ടിൽ ഒരു ആള്, ഒരു കാക്ക, എൻ്റെ പ്രായം ഉണ്ടാവും. അപ്പൊ നമ്മളെ കാക്ക എന്നൊക്കെ വിളിക്കാം. അപ്പോൾ അയാൾക്ക് ഭാര്യക്ക് അവീതം പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ 2ാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത്. ചെയ്യാൻ നിവർത്തികേട് ചെയ്യുന്നതാണ്. അപ്പോൾ ഭാര്യക്ക് അവീതം പറഞ്ഞിട്ട് ഭർത്താവ് വീഡിയോ ചെയ്യുന്നുണ്ട്. ഗൾഫിൽ ഇരുന്നിട്ട് എന്തൊക്കെയോ വീഡിയോ ചെയ്യുന്നുണ്ട്. കാരണം മക്കളൊക്കെ കൊണ്ട് ഗൾഫിൽ പോയി. എന്നിട്ട് അയാൾ ഗൾഫിൽ ഇരുന്നിട്ട് ഭാര്യക്ക് അവീതം തേങ്ങ അങ്ങോട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. ഭാര്യ ഇവിടുന്ന് മുഖം കാണിക്കാതെ യൂട്യൂബ് ചാനൽ തുടങ്ങി. കാരണം ആരൊക്കെയോ പറയണമ്പോൾ ഇപ്പോൾ ട്രെൻഡിങ് നിങ്ങളാണ്, അതുകൊണ്ടാണ് തോന്നുന്നത്. ഭാര്യ മുഖം കാണിക്കാതെ ഭാര്യ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയിട്ട് വീഡിയോ ഇടുന്നുണ്ട്. തോനെ ഡിലീറ്റ് ആക്കുന്നുണ്ട്. ഇന്നൊരു 4 വീഡിയോ ഇടും, ഇങ്ങോട്ട് നാളെ ഡിലീറ്റ് ആക്കും, വീണ്ടും വീഡിയോ ഇടും, വീണ്ടും ഡിലീറ്റ് ആക്കും. എങ്ങനെയാണെങ്കിലും റീച്ചിന് സൂപ്പർ റീച്ച് ഉണ്ട്. അപ്പോൾ നല്ല റീച്ചുണ്ട്, അത്യാവശ്യം റീച്ചുണ്ട്. 1 ലാക്ക് കഴിഞ്ഞ വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഈ മലയാളികളുടെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അവീതം, അമ്മായിമ്മ പോര്, അമ്മോസം കാക്ക പോര്, പിന്നെ അങ്ങനത്തെ കേസിനൊക്കെ ഒരു പ്രത്യേക റീച്ച് കൂടുതലാണ്. അപ്പോൾ അവരും വിചാരിച്ച് ഇപ്പം സത്യത്തിൽ അവർ ഇങ്ങനെ പ്രശ്നം ഉണ്ടോയെന്ന് അറിയില്ല, അതോ റീച്ചിന് വേണ്ടി കളിക്കലാണോ, അതും നമുക്കറിയില്ല കേട്ടോ. ഇപ്പോൾ തോന്നുന്ന ആൾക്കാരുണ്ടാകുമ്പോൾ ഭാര്യയുടെ അവീതം എന്നൊക്കെ പറഞ്ഞിട്ട് തമിഴിലൊക്കെ വെച്ചിട്ട് നല്ലോണം റീച്ച് ഉണ്ടാക്കിയ ട്രെൻഡിങ്ങിലാണ് പോയ ആൾക്കാരൊക്കെ ഉണ്ട്, നമുക്കറിയാമ്പോൾ. അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമില്ലാകുമ്പം അതെല്ലാം നമ്മുടെ ടോപ്പിക്ക്. അപ്പോൾ താത്താനോടാ പറഞ്ഞത്, താത്ത പുട്ടുക്ക് തേങ്ങട്ടമ്മക്ക് അങ്ങനെ വീഡിയോ ഉണ്ട്. താത്ത നിങ്ങളോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, എങ്ങനെ പോയി കഴിഞ്ഞാലും നിങ്ങളുടെ മക്കളുടെ വാപ്പയാണ് അയാൾ. എങ്ങനെ പോയി കഴിഞ്ഞാലും എന്ത് പറഞ്ഞാലും നിങ്ങൾ അയാളെ എത്രയോ കുറ്റം പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളുടെ മക്കളുടെ വാപ്പയല്ലാതാക്കില്ല. പിന്നെ നിങ്ങളെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ അനുഭവം ഉണ്ടായിന്ന് പറഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ അയാളുടെ കൂടെ പോയി അങ്ങനെ ഉണ്ടല്ലോ. ഫസ്റ്റ് നമുക്ക് ദുബായി പോയ സമയത്ത് നിങ്ങൾക്ക് അനുഭവം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞു. പിന്നെയും ഒരു മോനായപ്പോൾ പിന്നെ നിങ്ങൾക്ക് 2 ആളുണ്ടായപ്പോൾ ടോട്ടൽ 3 ആൾക്കാരെന്നല്ല പറഞ്ഞപ്പോൾ 2 ആൾക്കാരുണ്ടായി. അപ്പോഴൊന്നും നിങ്ങൾക്ക് ഇത് മാറി ചിന്തിച്ചുവിടുന്നോ? അത് ചിന്തിച്ചേ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യണേ ശരിയാണെന്ന് എനിക്ക് തോന്നിയില്ല. അന്നേ നിങ്ങൾക്ക് അവീതം അറിയാൻ പറഞ്ഞു. പിന്നെ അവീതം അറിയുന്ന ഒരാളെ കൂടെ തന്നെ പിന്നെ നമ്മൾ ജീവിക്കണേ, അന്നേ നമ്മൾ പിന്മാറുണ്ടായിരുന്നോ? അപ്പോൾ ഇപ്പോൾ സമയത്ത് അത് വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വിളമ്പുന്നതോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഒന്നാമത്തേന്ന് വെച്ചാൽ നിങ്ങളുടെ 3 മക്കളുണ്ടല്ലോ, 3 മക്കളുടെയും വാപ്പ എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ഉപ്പ എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ അച്ഛൻ എന്ന് പറയുന്നത് അയാളാണ്. അപ്പോൾ ഈ മക്കളിലേക്ക് ഇത്രയും വാപ്പാനെ കുറിച്ച് ഇങ്ങനെ ഇല്ലാത്തോ ഉണ്ടല്ലോ അറിയില്ല. എന്തായാലും ഇങ്ങനത്തെ കാര്യങ്ങൾ, അതായത് ഇങ്ങനത്തെ വൾഗർ കേസ്, അവീതം തേങ്ങ മാങ്ങന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾക്ക് വാപ്പാനോടുള്ളൊരു എന്താ പറയുക, ഒരു അടുപ്പം നഷ്ടപ്പെടണം. അപ്പം എന്താട്ടും വാപ്പയും തിരിച്ച് നിൽക്കണില്ല. വാപ്പ എന്താട്ടിന് ഉമ്മാൻ്റെ ആ വിധം വേണ്ടി ഇവിടുന്ന് തുടങ്ങുന്നുണ്ട്. അപ്പം എന്താട്ടി കുട്ടികൾക്ക് വാപ്പാനത്തെ നിൽക്കേണ്ടി ഉമ്മാനത്തെ നിൽക്കേണ്ടി ഒരു ഡൗട്ട് വരണം ഈ സമയത്ത്. അപ്പോൾ ഈ ചെറിയ മക്കളാണമ്പം അവരെ ലൈഫ് അത് നിങ്ങൾ നോക്കണമ്പം നിങ്ങൾ, എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ രീതി നോക്കിയിട്ട് വേർപിരിയുക. മൂപ്പര് വായിക്കും, നിങ്ങളെ വായിക്കും ജീവിക്കാം. അല്ലാതെ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ ഓരോ അവരുടെ ചാറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്, എന്തൊക്കെയോ ചാറ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മൂപ്പര് എന്തൊക്കെയോ ക്യാഷ് എന്താ ഗൂഗിൾ പേ ചെയ്ത് എന്തൊക്കെയോ സ്ക്രീൻ റെക്കോർഡൊക്കെ ഉണ്ട്. പിന്നെ എന്തൊക്കെയോ മെസ്സേജ് കാണിച്ചിട്ടുണ്ട്. വന്നിട്ട് നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മൂപ്പര് ചാറ്റിങ്ങും മൂപ്പര് ആരൊക്കെ ചാറ്റ് ചെയ്തും പിന്നെ പറയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ നിങ്ങളായി പറയുന്നുണ്ട്. ഓക്കെ, എങ്ങനെ ആയാലും കുട്ടികളുടെ വാപ്പ അയാളല്ലേ. അപ്പം നിങ്ങൾക്ക് പറയുന്നതിനൊരു ഇത് വേണ്ടേ? കാരണം നാളെ നിങ്ങളുടെ മക്കൾ ഇതിപ്പോൾ നിങ്ങൾ പരസ്പരം പുറത്ത് സോഷ്യൽ മീഡിയ അറിയാതെ നിങ്ങൾ ഈ പ്രശ്നം സോൾവ് ചെയ്യുക, അല്ലാതെ നിങ്ങൾ 2 വഴിക്ക് പോകുകയെന്നെങ്കിൽ പ്രശ്നങ്ങളില്ല. ഇതിപ്പോൾ നാട്ടുകാർ മുഴുവൻ ആക്കാറുണ്ട്. പിന്നെ നിങ്ങളുടെ കുട്ടികളുടെ മക്കളുടെ ഭാവി നോക്കണ്ടേ? മക്കൾക്കൊരു ഭാവി ഉണ്ട്, അത് നോക്കണ്ടേ? അങ്ങനെ ഒന്നൊന്നല്ല 3 മക്കളുണ്ട്. ഈ 3 മക്കളുടെയും ഭാവി നോക്കണ്ടേ?
ഇപ്പം നിങ്ങളിത് ദേഷ്യത്തിലും വാശിയിലും പുറത്ത് പറഞ്ഞ് ആരോടും പറഞ്ഞ് അങ്ങോട്ട് പറഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞൊക്കെ നിങ്ങൾക്ക് പോവാം. പിന്നീട് അങ്ങോട്ട് മക്കളുടെ ഭാവി എന്താവും? അത് നമ്മൾ ആലോചിക്കണം. പോകും നമ്മൾ വെറുതെ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കണക്കുണ പറയാം എല്ലാവർക്കും കഴിയുമ്പോൾ. പക്ഷെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ മക്കളുടെ ഭാവി നമ്മൾ നോക്കണം. അല്ലാതെ നമ്മൾ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? അങ്ങനെ പറയാൻ പാടില്ല ശരിക്ക്. കാരണം മക്കളുടെ വാപ്പയാണ് അയാൾ. പക്ഷെ അയാളും തെറ്റുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളെ ഭാഗം ഞാൻ പറഞ്ഞു, ഇനി മൂപ്പേരെ ഭാഗം പറയാം. കാക്ക നിങ്ങളുടെ ഭാഗം നല്ല തെറ്റുണ്ട്. കാരണം നിങ്ങളുടെ മക്കളുടെ ഉമ്മയാണത്. അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല, നിങ്ങൾ ആ രീതിക്ക് പോവുക. അല്ലാതെ ഈ സോഷ്യൽ മീഡിയ നിന്നിട്ട് വൈഫിൻ്റെ ആ വീതം തേങ്ങ മാങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട് അത് ശരിയല്ല. കാരണം മക്കൾക്ക് ഉമ്മയും വാപ്പയും ഒരേ മരക്കാണ്. രണ്ടുപേരും ഒരേ മരക്കാണ്. അവർക്ക് എന്തായാലും ആഗ്രഹം രണ്ടുപേരും ഒരുമിച്ച് സമാധാനിച്ച് സന്തോഷം പോയി ജീവിക്കണം എന്നായിരിക്കും മക്കൾക്ക് ആഗ്രഹം, അല്ലേ? ഇനിയിപ്പോൾ എങ്ങനെ എന്നാലും നിങ്ങൾ വേറെ കല്യാണം കഴിച്ചു കഴിഞ്ഞാലും ആ കുട്ടികളെ അവർ നോക്കുന്ന ഒരു പരിധി ഉണ്ടല്ലോ. അപ്പോൾ താത്താടുമ്പാടെയാണ്. താത്ത ഇനി വേറെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ സമയത്തും ഈ മക്കളെ ഇതിലുണ്ടായ മക്കളെ നോക്കണേ എനിക്കൊരു പരിധി ഉണ്ട്. അപ്പം നിങ്ങൾ എന്തിനാ വെറുതെ അങ്ങോട്ട് പോകാന്ന് വെച്ചാൽ ഇത് നാട്ടുകാർ മൊഴി പറഞ്ഞിപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തോ ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തമ്മിലോ നിങ്ങളെ വീട്ടുകാർ തമ്മിലോ സംസാരിച്ച് തീർക്കേണ്ട കേസല്ലായിരുന്നു. ഇപ്പം നാട്ടുകാർ മൊഴി പറഞ്ഞ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇതിൽ നിന്ന് വരാൻ പറ്റും? കാരണം ആണല്ലേ. കാരണം ഇനി എന്തെങ്കിലും താത്താനോടും രണ്ടാളും പറയണേ, നിങ്ങൾ രണ്ടാൾക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ രണ്ടാൾ യൂട്യൂബ് ചാനലിൽ അത്യാവശ്യം റീച്ചും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങിയെങ്കിൽ ഇനി നിങ്ങൾക്ക് മാറിപ്പോയതുണ്ടോ ചില സമയത്ത് നിങ്ങൾ മാറിപ്പോകും. നിങ്ങൾക്ക് നിങ്ങളുടെ എന്താ ലൈഫ് സ്റ്റൈലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇട്ടിട്ട് നിങ്ങൾക്ക് ജീവിതം മുന്നോട്ട് പോകാം. കാക്കാൻ്റെ കാര്യം പറഞ്ഞത് താത്താക്ക് ഇനിയാണ് കുക്കിംഗ് ചാനലോ ഇപ്പോൾ ട്രെൻഡിങ് ആണല്ലോ. അപ്പോൾ കുക്കിംഗ് ചാനൽ പെര അടിച്ചിരുന്നത് തുടക്കണതൊക്കെ ആയിട്ട് താത്താക്കും അങ്ങനെ മുന്നോട്ട് പോകാം. അപ്പോൾ പ്രശ്നങ്ങളൊന്നും കൂടുതലുണ്ടാവില്ല. അപ്പോൾ ഇതേമാർക്ക് ഇങ്ങനെ താത്ത കാക്കാനും നിർത്തി എന്തൊക്കെയോ പറയണേ, മറ്റാൾ കാക്ക താത്താനും പറയുമ്പോൾ നിങ്ങളുടെ മക്കളുടെ ഭാവിയാണ് പോകുന്നത്. ഇനി നിങ്ങൾ മക്കൾക്ക് വേണ്ടിയല്ല നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ എല്ലാവരും മക്കൾക്കും കുടുംബത്തിനും വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയോ എന്തെല്ലാം അധ്വാനിക്കും. നമ്മൾ എന്തെന്നെയാണ് നമ്മുടെ കുടുംബത്തിന് നമ്മളെ മക്കൾക്കും വേണ്ടിയല്ല നമ്മൾ അധ്വാനിക്കുന്നത്. അപ്പോൾ അവരില്ലാതെ പിന്നെ നമ്മൾ എന്താ അധ്വാനിച്ചെന്താ കാര്യം? അവർക്ക് നാളെ ഇപ്പോൾ ഈ ഒരു അവസ്ഥ ഈ മക്കളെ മനസ്സിലാക്കുമ്പോൾ ഈ മക്കൾക്ക് ചിലപ്പോൾ ഉപ്പയും മാടില്ല ഉമ്മയും മാടില്ല. ഉപ്പാനും കുറ്റം പറഞ്ഞിട്ടുണ്ട്, ഉമ്മ ഉപ്പാനും കുട്ടീനും ഉമ്മാനും പറഞ്ഞിട്ടുണ്ട്. നാളെ ഇവർക്കൊരു മദ്രസക്കോ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് എൻ്റെ ഉമ്മ ഇങ്ങനത്തെ ഒരാളല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്താ മറുപടിയാണ് കൊടുക്കാൻ പറ്റുക? ക്ലാസ്സിലെ കുട്ടികൾ ചോദിക്കും എൻ്റെ ഉമ്മ ഇങ്ങനത്തെ ഒരാളല്ലേ, എൻ്റെ ഉപ്പ പറഞ്ഞ കേട്ടു എന്ന് അറിയില്ലേ? സോഷ്യൽ മീഡിയ എല്ലാവരും ഉപയോഗിക്കണല്ലേ. അപ്പോൾ ഒപ്പം പഠിച്ച കുട്ടികൾ പറയും എൻ്റെ ഉമ്മ ഇങ്ങനത്തെ ഒരാളല്ലേ എന്ന് പറയുമ്പോൾ എന്ത് പറയും? അവർക്കൊന്നും ചോദിക്കാണ്ടല്ലോ. പിന്നെ അവർക്ക് മെൻ്റൽ ആകെ ഡിസോർഡർ ആവും. അതേമാതിരിക്ക് ഇനിയിപ്പം സ്കൂളിൽ പോകുന്ന സമയത്ത് മക്കളോട് ചോദിച്ചു എൻ്റെ ഉമ്മ ഇങ്ങനെയാണല്ലോ പറഞ്ഞു കേട്ടല്ലോ, അല്ലെങ്കിൽ എൻ്റെ ഉപ്പ ഇങ്ങനെയാണ് പറഞ്ഞു കേട്ടല്ലോ, എന്താണ് ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ കുട്ടികൾക്ക് തന്നെ ഒരു പ്രശ്നങ്ങൾ വരികയാണ്. അപ്പം കുട്ടികൾക്ക് പിന്നെ സ്കൂളിൽ പോകാതെ അല്ലെങ്കിൽ മദ്രസ പോകാതെ അല്ലെങ്കിൽ പഠനത്തോടില്ലതോ അങ്ങനെയൊക്കെ മെൻ്റൽ ആകെ ഡൗൺ ആയി പോകും. അപ്പോൾ ഇത്ര എനിക്ക് പറയാനുള്ളൂ. കാരണം നിങ്ങൾ രണ്ടുപേരും വീഡിയോ ഡിലീറ്റ് ചെയ്യുക, അതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ പരസ്പരം കുറ്റം പറഞ്ഞ വീഡിയോ ചെയ്യണ്ട. കാരണം നല്ല രീതിയിൽ വീഡിയോ ചെയ്തോളൂ, അപ്പം പ്രശ്നമില്ല. മക്കളുടെ ഭാവി ആലോചിച്ചിട്ട് നിങ്ങൾ ഇനിയെങ്കിലും ഇങ്ങനെ വീഡിയോ ചെയ്യാതിരിക്കാത്ത നിങ്ങൾ പൊട്ടുക്ക് തേങ്ങ വരുന്ന വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കുട്ടികളുടെ ഭാവി നോക്കിയിട്ട് നിങ്ങൾ വീഡിയോ എന്തെങ്കിലും ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.